ഒരുപാട് നാളുകളായിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണത്. മൈ ഡിയർ കവിത തിയേറ്റർ. ഇത് കവിത തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റ്, ഓണർ എല്ലാവരും കാണാൻ വേണ്ടിയായിട്ടുള്ള എൻ്റെ ഒരു വിനീതമായ ഒരു റിക്വസ്റ്റാണ്. ഒരുപാട് സിനിമകൾ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട്, എൻ്റെ അച്ഛനുണ്ടായിരുന്ന കാലം തൊട്ട് എന്നെ ഒരുപാട് സിനിമകൾ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ള ഒരു തിയേറ്റർ ഇപ്പോഴത്തെ ഈ നിലയിൽ പോകുന്ന കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഏറ്റവും കിടിലം വൈബ് നൽകുന്ന തിയേറ്ററുകളിലൊന്നാണ് തീർച്ചയായിട്ടും കവിത തിയേറ്റർ. പണ്ടത്തെ ഷെനായിസ് തിയേറ്റർ, ആ ഗജഗംഭീരം മാരക വലിയ 70 അടിയോളം വലിപ്പം ഉണ്ടായിരുന്ന ആ വിസ്താരമ സ്ക്രീനുള്ള ഷെനായിസ് തിയേറ്റർ, ശ്രീധർ എന്നുള്ള ഷെനായിസ് ഗ്രൂപ്പിൻ്റെ തന്നെ അണ്ടറിലുള്ള തിയേറ്റർ, പത്മ, കവിത, സരിത സവിത സംഗീത, ഇതൊക്കെയായിരുന്നു പണ്ടൊരിടക്ക് വേറെ ലെവൽ തിയേറ്റേഴ്സ്. പിന്നെ ലുലു മൈമൂണും ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൻകിട തിയേറ്ററുകളുടെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശോകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരിടക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി വൈബും ക്വാളിറ്റിയും എല്ലാം കൊണ്ടും വേറെ ലെവലിൽ നിന്നിരുന്ന തിയേറ്ററുകളായിരുന്നു ഇത്. നിങ്ങൾ വേറെ ഏതൊരു ഡിസ്ട്രിക്റ്റ് എടുത്ത് നോക്കിക്കോ, സിനിമയെ സ്നേഹിക്കുന്ന മെയിൻ ഡിസ്ട്രിക്റ്റുകളൊക്കെ എടുത്ത് നോക്കിക്കോ, ട്രിവാൻഡ്രം എടുത്ത് നോക്കിക്കോ, അവിടെയുള്ള പണ്ടേതുള്ള തിയേറ്റേഴ്സിൻ്റെ അവസ്ഥകൾ ഞാൻ പറഞ്ഞുതരാം. ന്യൂ തിയേറ്റർ ഭയങ്കര പഴക്കമുള്ള തിയേറ്ററാണ്. അതിപ്പോൾ ബാർകോഡ് ലേസർ വിത്ത് ഡോൾബി അറ്റ്മോസായിട്ട് അപ്ഗ്രേഡ് ചെയ്ത്. ഏരീസ് പ്ലെക്സ് അറിയാലോ, കേരളത്തിൽ തന്നെ ഏറ്റവും ഗംഭീര സ്പെക്കുള്ള ഒരു തിയേറ്ററുകളിൽ ഒന്നാണ് ഏരീസ് ഓഡി 1. ഞാൻ ഇവരുടെ എല്ലാ തിയേറ്ററുകളോ എല്ലാ സ്ക്രീനൊന്നും അല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരെണ്ണം പോലും വേറെ ലെവലിൽ ചെയ്തു വെച്ചാൽ മതി. ഏരീസ് SL പ്ലെക്സ് മൾട്ടിപ്ലെക്സ്, അതിൻ്റെ ഓഡി 1, അവിടുത്തെ സ്പെക്ക് എന്താണ്? 4K വിത്ത് ഡോൾബി അറ്റ്മോസ്. അതും 4K സാധാരണ പ്രൊജക്ടറൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്. അമ്മാതിരി ലെവല് ബാർകോഡ് ടോപ്പ് ഓഫ് ദ ലൈൻ പ്രൊജക്ടറുകളിൽ ഒന്നാണ് അവിടെ ഇരിക്കുന്നത്. 4K SP 4K 50 എന്ന് പറഞ്ഞ പ്രൊജക്ടർ. 50 ആണോ 60 ആണോ എനിക്ക് തോന്നുന്നു, എനിക്ക് 60 ആണെന്ന് തോന്നുന്നുണ്ട്. അത്രയും അറിയപ്പെടുന്ന, അത്രയും ടോപ്പ് ഓഫ് ദ ലൈൻ പ്രൊജക്ടറുള്ള ഒരു സാധനം. SP 4K 50 ആണോ 55 ആണോ 60 ആണോ, എന്തായാലും ടോപ്പ് ഓഫ് ദ ലൈൻ പ്രൊജക്ടറാണ് അവിടെ ഇരിക്കുന്നത് എന്തായാലും. ഇതുപോലെ തന്നെ നിങ്ങൾ തൃശ്ശൂർ എടുത്ത് നോക്കും, രാഘവ് അല്ലെങ്കിൽ ജോസ് തിയേറ്റർ, ഏറ്റവും പഴക്കമേറിയ തിയേറ്ററുകൾ. ജോസ് തിയേറ്റർ ആക്ച്വലി കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററാണ്. അതിൻ്റെ സ്പെക്ക് എന്താ? 4K ലേസർ വിത്ത് അറ്റ്മോസ്. രാഗം കുറേ നാളായിട്ട് തുടർച്ചയായിട്ട് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കേരളത്തിലെ തിയേറ്ററിൽ ഒന്നാണത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കേരളത്തിലെ തിയേറ്ററിലൊന്ന്. അത് ഇപ്പോൾ അവർ ആളുകളുടെ നിരന്തരമായ റിക്വസ്റ്റിന് ശേഷവും ക്രിറ്റിസിസത്തിന് ശേഷവും അവരിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തു, 4K ലേസർ വിത്ത് അറ്റ്മോസ് ആക്കി. അതുപോലെ നിങ്ങൾ കോഴിക്കോട് എടുത്ത് നോക്ക്, തൃശ്ശൂരിന് അതിന് പറയണ്ടല്ലോ, എനിക്കൊന്നൊരു 10 തിയേറ്ററെങ്കിലും ഉണ്ട് 4K ലേസർ വിത്ത് അറ്റ്മോസ്. കൊടുങ്ങല്ലൂർ എടുത്ത് നോക്ക്, ലക്ഷ്മി സിനിമാസ് 4K ലേസർ വിത്ത് അറ്റ്മോസ്. നിങ്ങൾ VB സിനിമാസ്, തൃപ്രയാർ 4K ലേസർ വിത്ത് അറ്റ്മോസ്. എവിടെ എടുത്ത് നോക്കിയോ 4K ലേസർ വിത്ത് അറ്റ്മോസ്. കൊച്ചിയിലെടുത്ത് നോക്കിയാൽ വളരെ കുറച്ച് തിയേറ്റേഴ്സുകൾ. പണ്ട് അധികം പേര് ഒരു പ്രയോറിറ്റി ചോയ്സായിട്ട് ചൂസ് ചെയ്യാതിരുന്ന ഒരു തിയേറ്ററായിരുന്നു വനിത ആൻഡ് വിനീത. ഇപ്പം വനിത സിനിപ്ലെക്സ് അഥവാ വനിത വിനീത പഴയ പേര് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൊച്ചിയിലെ ഏറ്റവും കിടിലൻ തിയേറ്ററുകളിൽ ഒന്നാണ്. ഇപ്പം എന്താ കാരണം? 4K ലേസർ വിത്ത് അറ്റ്മോസ് ആണ് 3 സ്ക്രീൻ. 4ാമത്തെ സ്ക്രീൻ 4K വിത്ത് DTS X ആണ്. കോണ്ടൻറ്റ് കിട്ടുന്ന കാര്യം വളരെ റെയറാണ്. പക്ഷെ എന്നാൽ ഞാൻ പറയാണ്, 4 സ്ക്രീനും കിടിലം എന്നുള്ള രീതിയിൽ. അതും 4th സ്ക്രീനിൻ്റെ പ്രൊജക്ടർ ഇപ്പോൾ അതിൻ്റെ ഒപ്റ്റിക്കൽ ലൈറ്റ് എഞ്ചിൻ മാറ്റി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വളരെ റീസെൻ്റായിട്ട് ചെയ്തൊരു പരിപാടി. ഒഫീഷ്യലി ലേസർ എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും നല്ല കളേഴ്സും കാര്യങ്ങളും റിപ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ നിരന്തരമായ അപ്ഗ്രേഡ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്റർ ആരാധകനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്ററുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകൾക്ക് ശ്രീധർ, ഹിന്ദി സിനിമകൾക്ക് പത്മ, അതുപോലെ തന്നെ വൻകിട ഹെവി സെറ്റപ്പ് സിനിമകൾക്ക് പഴയ വിസ്താരമ ഷെണൈസ്, അതുപോലെ ലാലേട്ടൻ്റെ കിടിലൻ സിനിമകൾക്കും മമ്മൂക്കയുടെ കിടിലൻ സിനിമകൾക്കും ഫസ്റ്റ് ഡേ ഗംഭീര ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യണ തിയേറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിത. എന്നിട്ട് ഇതുങ്ങളുടെയൊക്കെ അവസ്ഥ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ്.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇനിയെങ്കിലും മറ്റുള്ള അയൽ സംസ്ഥാനങ്ങൾ മാത്രമല്ല അയൽ ഡിസ്ട്രിക്റ്റുകൾ നോക്കിയിട്ടെങ്കിലും നിങ്ങളൊന്ന് ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രൊജക്ഷൻ സിസ്റ്റവും സൗണ്ട് സിസ്റ്റവും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യൂ. നിങ്ങൾ ചെന്നൈ എടുത്ത് നോക്ക്, വളരെ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസൊക്കെ വരുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഏറ്റവും കൂടുതൽ ആൾ കയറുന്ന തിയേറ്റർ 4K ലേസറും അറ്റ്മോസായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂരും എടുത്ത് നോക്ക്, അവിടെ ഒട്ടുമിക്ക എല്ലാ അടിപൊളി തിയേറ്റേഴ്സും പണ്ടത്തെ തിയേറ്റർ 50, 100 പഴക്കമുള്ള തിയേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അതൊക്കെ 4K ലേസർ വിത്ത് അറ്റ്മോസൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും കവിതയുടെ അവസ്ഥ നോക്കി 4K ആണ് പ്രൊജക്ടർ, അത് റീസെൻ്റ്ലി ചെയ്തതാണ്. പക്ഷേ ഡോൾബി 7.1 ഇപ്പോഴും ഇരിക്കുന്ന തിയേറ്റർ. ലാലേട്ടം വരെ വന്ന് സിനിമ കാണുന്ന ഒരു തിയേറ്ററാണ്. 1130 സീറ്റ് എന്തോ ഉണ്ട്, കറക്റ്റ് എണ്ണം എനിക്കറിയില്ല. ബാൽക്കണി തന്നെ 300 സംതിങ് സീറ്റ്, അതിൻ്റെ അടിയിൽ ബാക്കി മൊത്തം 1100 സംതിങ് സീറ്റ്. എന്നിട്ട് ഇപ്പോഴും ജാമ്പവാന് പോലും വേണ്ടാത്ത ഡോൾബി 7.1 വെച്ചുകൊണ്ടിരിക്കുകയാണത്. അതും അത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ സംഭവം വെച്ചിട്ട്. സ്പേഷ്യൽ ഓഡിയോ വന്നു, IAB ഫയൽസ് DCP ആയിട്ട് വരുന്നു. ഇതൊക്കെ വരുന്ന കാലഘട്ടത്ത് ഈവൻ ഈ ചോട്ട മുംബൈക്ക് ഇപ്പോൾ നോക്കി എന്തൊരു റിസപ്ഷൻ അവിടെ കിട്ടുന്നത്. എമ്പുരാനായിക്കോട്ടെ, തുടരുമായിക്കോട്ടെ, മമ്മൂക്കയുടെ ഒരുപാട് സിനിമകളായിക്കോട്ടെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിലീസിന് വന്ന ചോട്ട മുംബൈ ഹൗസ്ഫുൾ. രാത്രി 11:59 ഷോയ്ക്ക് പോലും ഹൗസ്ഫുൾ. എന്നിട്ടും അവിടുത്തെ സൗണ്ട് സിസ്റ്റം ഡോൾബി 7.1, Xenon 4K പ്രൊജക്ഷനും. എന്താണിത്? നിങ്ങൾ മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് വരുന്ന എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ എല്ലാവരെയും പോലെയുള്ള നിങ്ങൾ അത്രയധികം നിങ്ങളുടെ തിയേറ്ററിനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പോലും ഞാൻ ചോദിച്ചു പോകുന്നത്. കാരണം നിങ്ങൾ വേറെ അയൽ സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുക, അയൽ ഡിസ്ട്രിക്റ്റുകൾ എടുത്ത് നോക്ക്, എല്ലാവർക്കും അഭിമാനിക്കാൻ തക്കത്തിൽ തിയേറ്റർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കളക്ഷൻ കിട്ടി ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിനിമകൾ. ഇനിയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രൊജക്ഷൻ സിസ്റ്റം 4K ലേസറായിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും അറ്റ്മോ സംവിധാനം കൊണ്ടുവരികയോ എന്തെങ്കിലും ചെയ്തുകൂടെ? DTS X ആക്കിക്കൂടെ? അല്ലെങ്കിൽ വേണ്ട, എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്മോ സംവിധാനം കൊണ്ടാൽ മതിയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം IAB ഫയൽസ് കിട്ടിയാലേ DTS X മര്യാദക്ക് സെറ്റ് ആവുള്ളൂ. അത് ഈവൻ DTS X പ്രോപ്പർ കണ്ടൻറ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഞാൻ പറയുന്നത് ഓരോ 11.1 അതൊന്നും എടുക്കുന്നതിന് പകരം നിങ്ങൾ അറ്റ്മോസ് കൊണ്ടുപോവാ, അറ്റ്മോ സ്പീക്കർ സെറ്റപ്പ് ചെയ്തുകൂടെ? പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കവിത തിയേറ്റർ വളരെ നീറ്റഡ് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് റോഡ് മൊത്തം നിങ്ങൾ ടൈലിട്ടു. ഞാൻ ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് LED വോള് പരിപാടികൾ മറ്റേ മറിച്ച് ഒക്കെ ഓക്കെ, എല്ലാം ഗുഡ്, പെയിൻ്റ് അടിച്ചു പുറമേ ഒക്കെ. പക്ഷേ ഇതൊന്നും അല്ലല്ലോ തിയേറ്ററിന് വേണ്ടത്. നമ്മൾ 160 രൂപ 180 രൂപ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ 300 രൂപ സോഫ, ഈ സാധനം ടിക്കറ്റ് പൈസ കൊടുത്ത് എടുത്തിട്ട് അവിടെ കാണാൻ വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ വരുന്നത് എന്തിനാ? സിനിമ കാണാൻ. അപ്പോൾ ആ സിനിമ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റണ്ടേ? അവിടുത്തെ ഓഡിയൻസ് വൈബ് വേറെ ലെവലൊക്കെയാണ്. പക്ഷേ നമ്മൾ കാണാൻ വരുന്ന തിയേറ്റർ, എന്തിനാണ് നമ്മൾ തിയേറ്ററിലേക്ക് വരുന്നത്? സിനിമ കാണാൻ. ആ സിനിമ മര്യാദക്ക് കാണാനും മര്യാദക്ക് കേൾക്കാനും പറ്റണ്ടേ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആ മെയിൻ കാര്യം അപ്ഗ്രേഡ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുറംചട്ട മാറ്റിയിട്ട് എന്ത് കാര്യം? ബുക്കല്ലേ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. പുറംചട്ടം മാത്രം മാറ്റിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല. ബുക്കിൻ്റെ അകത്തുള്ള കോണ്ടൻറ്റ് ബുക്ക് കേടാവാതെ നോക്കണ്ടേ നിങ്ങൾ? ബുക്കിൻ്റെ പേജസ് കേടാവാതെ നോക്കണ്ടേ? എന്നാലല്ലേ ഈ ബുക്കിൻ്റെ പുറംചട്ട സൂപ്പറായിട്ട് ഇരുന്നിട്ട് എന്ത് കാര്യം? ബുക്ക് അകം ചെതലടിച്ച് പോയാൽ അല്ലെങ്കിൽ അകം നശിഞ്ഞു പോയാൽ എങ്ങനെ നമ്മൾ വായിക്കും? അതുപോലെയാണ് തിയേറ്ററിൻ്റെ നിങ്ങളുടെ അവസ്ഥയെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളെ മാത്രമല്ല ഞാൻ പറയുന്നത്, കവിത അത്രയും ഫാൻ ബേസ് ഉള്ളൊരു തിയേറ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് മറ്റുള്ള തിയേറ്റേഴ്സിനും. അറ്റ്ലീസ്റ്റ് സരിത സംഗീതയിൽ സരിത ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീധറും പത്മയും അത് എന്നെ സംബന്ധിച്ച് നല്ല രീതിയിലൊന്നും അല്ല ഇരിക്കണം. എന്നാലും എന്തെങ്കിലുമൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഐക്കോണിക് തിയേറ്റേഴ്സാണ്. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് അടിപൊളിയാക്കേണ്ട ടൈം കഴിഞ്ഞു. നിങ്ങൾ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തേണ്ടല്ല. വേറെ ഇവിടുത്തെ ഒരു മൾട്ടിപ്ലക്സും അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട്ടിലിരിക്കുന്ന ഓഡിയൻസ് കംപ്ലീറ്റ് മൊത്തം നിങ്ങളുടെ തിയേറ്ററിലേക്ക് വരും. കാരണം എന്താ? നിങ്ങളുടെ അടുത്ത് ഒന്നും പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ട, നിങ്ങളുടെ അടുത്ത് ഭക്ഷണം വാങ്ങി കഴിക്കാം, മിതമായ നിരക്കുകളേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ
നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് തിയേറ്ററിലേക്ക് ആൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റംസ് ഒന്നും അപ്ഗ്രേഡ് ചെയ്യാത്തതുകൊണ്ടാണ്. എന്നിട്ടും സിനിമ എന്നുള്ള എൻ്റർടൈൻമെൻറ്റിനോട് സ്നേഹമുള്ളത് കൊണ്ടും ലാലേട്ടനെ പോലുള്ള നടന്മാരോട് അതിയായ ഇഷ്ടമുള്ളത് കൊണ്ടും മമ്മൂക്കയുടെ ഒരു നല്ല സിനിമ വന്നെന്ന് പറഞ്ഞാൽ ഓടി വരാൻ ആളുണ്ട്. ഈ വരുന്ന ആൾക്കാർ വന്നിട്ട് നിരാശരാകുന്നത് എപ്പോഴാണ്? സിനിമ ഇഷ്ടപ്പെട്ടാലും എക്സ്പീരിയൻസ് പോകുന്നൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് സിനിമയാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് അതിഗംഭീരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു നല്ല ഫീലിംഗ് ആയിരിക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും. ഇതൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. മനസ്സിലായിട്ടും നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി എന്നാലും ആൾ വരും എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? എനിക്കങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഞാൻ മനസ്സിൽ കാണുന്നത് ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലാണെങ്കിൽ അത് ദയവ് ഇത് മാറ്റി വെക്കണം. നിങ്ങളിപ്പോൾ ഒരു 100 പേരെയോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3 ദിവസത്തെ ആൾക്കാരെ മാത്രം അട്രാക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ തിയേറ്ററുകളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ദിവസമല്ല ആഴ്ചകളോളം ആളുകൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അതിന് വലിയൊരു എക്സാമ്പിളാണ് വനിതാ തിയേറ്റർ, മാതാമാധുരിയിൽ ഇപ്പം മാധുര്യ തിയേറ്റർ, സെൻട്രൽ ടോക്കീസ്, ഓൾഡ് സെൻട്രൽ ടോക്കീസ്, ഐസക് മറിയ തിയേറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾസാണ്. ഇവിടെയൊക്കെ ഇപ്പം അപ്ഗ്രേഡിന് ശേഷം എന്തൊരാളാണ് സിനിമ കാണാൻ പോകുന്നത്. മാതിപ്പതേ ഫുൾ 1000 സീറ്റ് ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് 4K ലേസറും 64 ചാനൽ അറ്റ്മോസുമായിട്ടൊരു വരവ് വരും. എൻ്റെ അപ്പോൻ്റെ പിന്നെ നിങ്ങൾക്കൊന്നും പിടിച്ചാൽ കിട്ടൂലേ. ദി ബെസ്റ്റ് തിയേറ്റർ ഇൻ കേരള എന്നുള്ള ലെവലിലേക്ക് വരെ എത്താൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് വരും. നിങ്ങളൊന്ന് ആലോചിക്കും, മാതാ തിയേറ്റർ അമ്മാതിരി ലെവലിൽ അപ്ഗ്രേഡ് ചെയ്ത് വരാൻ പോവുകയാണ്. വിത്തൗട്ട് ആൻ അപ്ഗ്രേഡ് നിങ്ങൾക്ക് ഇനി പിടിച്ചിരിക്കാൻ പറ്റൂല. കവിതയുടെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർ നിങ്ങളുടെ തിയേറ്ററിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്രയും ആൾക്കാർ വരുന്നുണ്ട്, ഇത്രയും കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ദയവ് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യടേ പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഞാൻ ഈ പറയുന്ന കാര്യത്തോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ പറ, ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയോ, ഞാൻ പറയുന്ന കാര്യം വാലിഡാണോ? നിങ്ങൾക്ക് കവിത തിയേറ്റർ ഒരു 4K ലേസർ വിത്ത് അറ്റ്മോസ് സൗണ്ട് സംവിധാനത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യുമോ? ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് കവിത തിയേറ്റർ 4K ലേസർ വിത്ത് അറ്റ്മോ സംവിധാനം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ 1000 സീറ്റും ഫുള്ളായിരിക്കും ഇവിടെ. ഒരു നല്ല സിനിമയും കൂടെ പിന്നെ പറയേണ്ട, ഒരു മാസത്തോളം അന്യ ആളായിരിക്കും. കാരണം അതിന് മാത്രം വലിപ്പമുള്ളൊരു തിയേറ്ററാണ്. അതും ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ, കൊച്ചി സിറ്റിയുടെ നടുഭാഗത്ത് MG റോഡിലുള്ള തിയേറ്റർ. അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിരിക്കും അത്. ലെവൽ ഒരു അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സിനിമ ഫീൽഡ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ വരെ പറഞ്ഞു ഇപ്പം ഇക്കാര്യം. ദയവ് ചെയ്ത് കവിതാ തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റ് പ്ലീസ് അപ്ഗ്രേഡ് യുവർ പ്രൊജക്ഷൻ ആൻഡ് സൗണ്ട് സിസ്റ്റം പ്ലീസ്. ഇത് ചെയ്താൽ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് അതിനെന്താ പറയണത്, ആസ്വാദനം ഞങ്ങൾക്ക് കൂടും. നിങ്ങളുടെ പെട്ടിയിൽ പൈസ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. ഞാനൊക്കെ പിന്നെ കവിത അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ പെറ്റിടപ്പായിരിക്കും എല്ലാ സിനിമയ്ക്കും. കാരണം എന്ത് ഈസിലി ആക്സസിബിൾ ആണെന്നറിയാം ആ തിയേറ്റർ. അതുകൊണ്ട് പറയണേ, ദയവ് ഇതൊന്ന് ചെയ്യും പ്ലീസ്. ഇത്രയും പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്രയും പേര് ഇപ്പോൾ ഈ റിലീസ് പടം 18 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള റിലീസ് പടം കാണാൻ ഇത്ര ആൾക്കാർ വരുന്നില്ലേ? ദയവ് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക. എൻ്റെ റിക്വസ്റ്റാണ് കവിത തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റിനോട്. EVM സിനിമാസല്ലേ അത് നടത്തുന്നത്. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ EVM ആണ് ഇപ്പോൾ അത് നടത്തുന്നതെന്ന് തോന്നുന്നുണ്ട്. EVM സിനിമാസ് അല്ലെങ്കിൽ EVM ഗ്രൂപ്പിന് പൈസയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? നിങ്ങൾ ഒരു സ്ഥലത്ത് അപ്പുറത്ത് ചുള്ളിക്കല്ല് ഡോൾബി സിനിമാസായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഒരുമാതിരി മാരുതി 800 നിന്നും ഫെറാറി അപ്ഗ്രേഡ് പോലത്തെ ഒരു സാധനം. എന്നാൽ ശരിക്കും പറഞ്ഞാൽ അത് വരേണ്ടത് എവിടെയായിരുന്നു? അത് ശരിക്കും കൊണ്ടുവരേണ്ടത് കവിതയിലായിരുന്നല്ലേ? നിങ്ങൾ ആലോചിക്കും, ഒരു ഐക്കോണിക് സിനിമ ഹൗസാണ് കവിത. അങ്ങനെ ഒരു തിയേറ്ററിലായിരുന്നു ആ സംവിധാനം കൊണ്ടുവരേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഡോൾബി സിനിമാസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണ്. ഫുൾ ഇന്ത്യയിൽ ആകെ 5 എണ്ണേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് കവിതയിലായിരുന്നു ആ അപ്ഗ്രേഡ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏതെങ്കിലും ഒരു തിയേറ്റർ ഇഫ് ഡിസേർവ്സ് ടു ബി അപ്ഗ്രേഡഡ് ഇൻ ടു സച്ച് എ ഗ്രാൻഡ്യൂർ തിയേറ്റർ,
ഒരു ഐമാക്സ് ലെവലോ ഡോൾബി സിനിമാസോ അല്ലെങ്കിൽ HDR ബാർക്കോ ലെവലിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ട ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഷെണൈസ്, പത്മ, ശ്രീധർ അല്ലെങ്കിൽ കവിതയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇത് ഐക്കോണിക്കാണ്. എറണാകുളത്ത് ജനിച്ചു പറഞ്ഞ, കൊച്ചി ജനിച്ചു പറഞ്ഞ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്റേഴ്സ് മറക്കാൻ പറ്റില്ല. 80s കിഡ്സ് 90s കിഡ്സ് എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലഘട്ടം എടുത്ത് നോക്കിക്കോ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കുള്ളവരെയൊക്കെ എടുത്ത് നോക്കിക്കോ. ഇതൊരു ഐക്കോണിക് തിയേറ്റേഴ്സാണ് ഞാൻ ഈ പറഞ്ഞ പേരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഷെണൈസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് ഇപ്പോഴും എൻ്റെ സങ്കടം മാറിയിട്ടില്ല. വെട്ടിച്ചുരുക്കി 5 തിയേറ്റർ ആക്കിയതിൻ്റെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ്. അതും അവർ ചെയ്തപ്പോൾ അത് ലേസറും ആക്കിയില്ല. ഇപ്പോഴും ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും നല്ല പോപ്കോൺ കിട്ടുന്ന സ്ഥലം ഷെണൈസ് മാത്രമാണെന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, അത് മാത്രമാണ് അവിടെ ഇപ്പോൾ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നുന്ന ഒരേ ഒരു കാര്യം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ. അന്ന് ആ തിയേറ്റർ എന്തായിരുന്നടേ, വാട്ട് വാസ് ദാറ്റ്? ഇത് ഫുൾ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ആയിരുന്നത്. എന്ത് പറയാൻ, എനിക്ക് സങ്കടം കൊണ്ടിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഞാൻ പറയുന്നതിൽ കഴമ്പുണ്ടോ, ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് തോന്നിയോ, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ആസ് എ തിയേറ്റർ സ്നേഹി, ആസ് എ മൂവി ലവർ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലടേ. ആസ് എ റെസ്പോൺസിബിൾ കോണ്ടൻറ്റ് ക്രിയേറ്റർ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഇപ്പോൾ അവർക്ക് കളക്ഷനും കിട്ടുന്നുണ്ട്. 3 സിനിമ, ലാലേട്ടൻ 3 സിനിമ മാത്രം എടുത്താൽ മതിയേ. എമ്പുരാൻ, തുടരും, ഇപ്പോൾ ഇത് ചോട്ടാ മുംബൈ റെക്കോർഡ് അടിച്ചിരിക്കുകയാണ്. ഇത് സാധനങ്ങൾ റെക്കോർഡ് കളക്ഷനാണ് കവിതയിൽ. ഇതൊന്ന് ലേസർ ആൻഡ് അറ്റ്മോസാക്കി അപ്ഗ്രേഡ് ചെയ്യുക. ഞാൻ അഷ്വർ ചെയ്യുന്നു, ഞാൻ എല്ലാ സിനിമയും എനിക്ക് പറ്റാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം വന്ന് കാണുമെന്നുള്ളത്. കാരണം കവിത എന്നെ സംബന്ധിച്ച് കവിത ലേസർ വിത്ത് അറ്റ്മോസാക്കി കഴിഞ്ഞാൽ മോനെ വിഷയമായിരിക്കും. അത്രയും വലിയൊരു തിയേറ്ററിൽ 1000 പേരുടെ കൂടെ ഇരുന്ന് സിനിമ ആണെന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ്. സത്യമായിട്ട് ഞാൻ പറയാണ്. ഞാൻ ചോട്ടാ മുംബൈ കാണാൻ കവിതയെ പോവാതെ വനിത സെലക്ട് ചെയ്ത ഒരേ ഒരു കാര്യം പ്രൊജക്ഷൻ ആൻഡ് സൗണ്ടാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആൻഡ് സൗണ്ടാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ ഒരു സംഭവമാണ് എന്നെ പിന്തിരിപ്പിച്ചത്. എനിക്ക് ടിക്കറ്റ് വേണമെങ്കിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് എടുത്തു തരാൻ പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യാഞ്ഞത്, എന്നെ എന്തോരം പേര് ഇൻവൈറ്റ് ചെയ്തു, ചേട്ടാ വാ, ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഇത്ര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ വന്ന് എനിക്ക് പടം കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാതിരുന്നതാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കും അനുഭവിക്കും ഭയങ്കര സങ്കടം വരുന്നു അവിടെ പോകാൻ പറ്റാത്തതിൽ. കാരണം ഞങ്ങൾക്കറിയാം ഏറ്റവും കിടിലൻ വൈബ് അവിടെ ആയിരിക്കും എന്നുള്ളത്. രാഗം തിയേറ്ററിലും ജോസ് തിയേറ്ററിലൊക്കെ പോകുന്നവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന വികാരം, അല്ലെങ്കിൽ ADC പോകുന്നവർക്കൊക്കെ മനസ്സിലാവും. അതായത് നിങ്ങൾ ADCയിൽ ട്രിവാൻഡ്രത്തുള്ളവർ ADCനെ കാണുന്ന പോലെ, അല്ലെങ്കിൽ തൃശ്ശൂരുള്ളവർ രാഘവ അല്ലെങ്കിൽ ജോസിനെ കാണുന്ന പോലെയാണ് എറണാകുളംകാർക്ക് കവിത, സരിത, ഷെണൈസൊക്കെ. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കണ്ടിട്ട് വേണം എല്ലാ സിനിമകളും അവിടെ പോയി എൻജോയ് ചെയ്യാൻ. ഈ മൾട്ടിപ്ലക്സും മറ്റേ മറിച്ചൊക്കെ ഞങ്ങൾക്ക് നിവർത്തിയില്ലായിട്ടാണ് പോണത്. ഇവിടുത്തെ മെയിൻ ഐക്കോണിക് തിയേറ്റേഴ്സ് ഒന്നും അപ്ഗ്രേഡ് ചെയ്യാത്തതുകൊണ്ടാണ് മൾട്ടിപ്ലക്സിൽ പോയി അവിടെ കിടക്കേണ്ട അവസ്ഥ വരുന്നത്. അവിടെയൊക്കെ പോയി സിനിമ കാണേണ്ട ഗതികേട് കൊണ്ടിട്ടാണ്. ദയവിത് നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ഓവർ പ്രൈസ്ഡ് ഫുഡ് കഴിക്കേണ്ട അവസ്ഥയോ പാർക്കിംഗ് കൊടുത്ത് സിനിമ കാണേണ്ട അവസ്ഥയോ ഒന്നും ഉണ്ടാവില്ല. ഒരു സിനിമ കാണുന്നിടത്ത് 2 സിനിമ കാണാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാവും. ഇത്ര എനിക്ക് പറയാനുള്ളത്. ശരി, ബൈ ബൈ.